എല്ലാവർക്കും ഹോം ആൻഡ് അവേ ചാനലിലേക്ക് സ്വാഗതം. ഹലോ, നമുക്കിന്ന് ഗസഗസ പായസം ഉണ്ടാക്കിയാലോ? ഇതിന് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ചിലർ ഇതിന് കസ്കസ് എന്ന് പറയുന്നുണ്ട്, ഗസ്ഗസി, കശകശ, പിന്നെ ഇംഗ്ലീഷിൽ ഇതിന് പോപ്പി സീഡ്സ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ പായസത്തിന് വേണ്ട ചേരുവകൾ നോക്കാം. 5 സ്പൂൺ പൊടിച്ച ശർക്കര, 3 സ്പൂൺ നെയ്യ്, 20 അണ്ടിപ്പരിപ്പ്, 20 കിസ്മിസ്, 5 ഏലക്ക, 5 ബാദാം, ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1/4 പാൽ, വെള്ളം നല്ലോണം കൂട്ടിയ 2/2 പാൽ, 3 സ്പൂൺ ഗസ്ഗസ്, 2 സ്പൂൺ പച്ചരി. ആദ്യം നമുക്ക് ശർക്കര ഉരുക്കാം. അതിനൊരു പാത്രത്തിൽ 5 സ്പൂൺ ശർക്കര, ഇത് ഉരുക്കാൻ നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം മതിയാകും. ഇനി ഇത് സ്റ്റീൽ അരിപ്പയിൽ അരിച്ചിട്ട് മാറ്റി വെക്കാം. ഗസ്ഗസയും പച്ചരിയും അരിപ്പയിൽ വെച്ച് നല്ലോണം കഴുകണം. പിന്നെ ഇതുപോലെ തുണിയിൽ വെച്ച് വെള്ളം ഒപ്പിയെടുക്കാം. അടുത്തത് നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ആദ്യം ഗസ്ഗസ് വറക്കാം. ഇതൊരു 1-2 മിനിറ്റ് വറുത്താൽ മതി. നല്ലൊരു ഗസ്ഗസിൻ്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് അരി വറക്കാം. ഇത് നല്ലൊരു വെള്ള കളറായിട്ട് വരും. പിന്നെ ബാദാമും കാഷ്യും കൂടെ ഒന്ന് വറുത്തെടുക്കണം. മിക്സിയിൽ ആദ്യം വറുത്ത് വെച്ച ഗസ്ഗസയെ ഒന്ന് തിരിക്കണേ. പിന്നെ അതിൽ ബാക്കി വറുത്ത് വെച്ച അരിയും ബാദാമും കാഷ്യും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കണം. ഇനി ഈ അരച്ച പേസ്റ്റ് പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലിട്ടിട്ട് ചെറുതീയിൽ നല്ലോണം കുറുകുന്ന വരെ ഇളക്കണം. ഇപ്പോൾ ഇത് നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം നല്ലോണം ചേർത്ത 2/2 പാലും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് നല്ലോണം തിളച്ചതിന് ശേഷം ഉരുക്കിയ ശർക്കര ഇടണം. ശർക്കര ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് 1/4 പാൽ ചേർക്കണം. 1/4 പാൽ ഇട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ലേ, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ഇനി ഏലക്ക പൊടിച്ചതും ചേർത്തിട്ട് സ്റ്റൗ ഓഫാക്കാം. പായസം കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ നമുക്കിനി വീട്ടിലുണ്ടാക്കിയ നെയ്യിൽ കുറച്ച് കാഷ്യൂവും കിസ്മിസും തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടെ വറുത്തിട്ട് പായസത്തിലോട്ടൊന്ന് ഇട്ടാലോ? ഈ അളവിൽ നമുക്ക് 1 ലിറ്റർ പായസം ഉണ്ടാക്കാൻ പറ്റും. ഈ വെറൈറ്റി പായസം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണേ.